നമ്പർ 37 ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് 11 into 11 ആൻഡ് 111 into 111. 11 into 11 111 into 111 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 into 11 ചെയ്യുമ്പോൾ നമുക്ക് 121 കിട്ടും. 111 into 111 ചെയ്യുമ്പോൾ മൊത്തം 3 സംഖ്യകൾ 1 2 3 വീണ്ടും 2 1 റിപ്പീറ്റ് ചെയ്യും. ബാക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ക്യാൻ യു ഗസ് എത്രയാണ്? 1111 അതായത് 1111 1111 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 4 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 2 3 4 വരും. വീണ്ടും ബാക്കിലേക്ക് 3 2 1 3 2 1 റിപ്പീറ്റ് ചെയ്യും. ഇനി അടുത്തതാണെങ്കിലോ 1 2 3 4 5 അങ്ങനെ. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 1 2 3 4 5 വീണ്ടും ബാക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യണം. 4 3 2 1 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അടുത്തത് 6 എണ്ണമായിരിക്കും. 6 എണ്ണാണെങ്കിൽ 1 2 3 4 5 6 പിന്നെ ബാക്കിലേക്ക് 5 4 3 2 1 വീണ്ടും 7 എണ്ണാണെങ്കിൽ 1 2 3 4 5 6 7 പിന്നെ ബാക്കിലേക്ക് 6 5 4 3 2 1 എന്ന് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. ഈ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻ. 1 + 3 4 ആണ്. 4 + 5 9 ആണ്. 9 + 7 16 ആണ്. ഇതിന് ബാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 + 3 4 ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ ഈ 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഓട് 1 നമ്പർ ഇട്ടിട്ട് 5 അല്ലേ, 2 ആഡ് ചെയ്തിട്ട് 4 + 5 എത്രയാണ്? 9 കിട്ടി നമുക്ക്. ഇനി അടുത്തത് 9. ഈ ഉത്തരം കിട്ടിയ 9നെ അടുത്ത 5നോട് 2 കൂട്ടി എഴുതാം. ഓട് നമ്പർ 5 + 2 അല്ലേ 7. അപ്പം 9 + 7 16. അപ്പം അടുത്ത പാറ്റേൺ എങ്ങനെയായിരിക്കും? 16 ആണ് അടുത്തതിൽ എഴുതേണ്ടത്. 16 + 7നോട് 2 കൂട്ടുക. അപ്പം എത്ര കിട്ടും? 9. 16 + 9 അങ്ങനെയാണ് എഴുതേണ്ടത്. 16 + 9 അപ്പം എത്ര ഇടണം? 25 എന്നിട്ട് ഇടും. പിന്നെ 25നോട് എത്ര കൂട്ടണം? 2 കൂട്ടും. 25നോട് 9 കഴിഞ്ഞിട്ട് 2 നമ്പർ കൂട്ടുക അല്ലേ. ഓഡ് നമ്പേഴ്സാണ് എഴുതുന്നത്. അപ്പോൾ 11 25 + 11 36 കിട്ടി. 36 + 13 49. 49 + 13 കഴിഞ്ഞാൽ 14 15 15 49 + 15 64. 64 + 17 81. 81 + 19 100. അങ്ങനെ 100 വരെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1 3 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? നമുക്ക് 1 2 3 4 എന്ന് എഴുതുന്ന സമയത്ത് 400 കിട്ടാൻ എത്ര നമ്പേഴ്സ് ഇത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ 20 നമ്പേഴ്സ് 20 × 20 ചെയ്താലാണ് നമുക്ക് എത്ര കിട്ടുക? 20 നമ്പേഴ്സ് അങ്ങനെയുള്ളത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുക? 400 കിട്ടുക. സോ 400 ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. 20 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. അപ്പോൾ 1 + 3 + ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളാണ്. 1 3 5 7 തുടങ്ങി എത്ര വരെ വരും? 39 വരെ വരും. അപ്പോൾ അത്രയും സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 400 ആണ്. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡ് ദിസ്? ഇതിൽ ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 39. കാരണം നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളിൽ നമ്മൾ 2 4 6 8 10 എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയാണ്? 20ാമത്തെ നമ്പറായിട്ട് വരുന്നത് 40 ആണ്. 20ാമത്തെ നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. അപ്പം 40ൽ നിന്ന് 1 മൈനസ് ചെയ്ത് എത്ര ഇടണേ? 39. അതായിരിക്കും ലാസ്റ്റ് ഓഡ് നമ്പർ, അവിടെ 20ാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 39 ആണ്. വിച്ച് ഈസ് ദ 15th ഓഡ് നമ്പർ. അങ്ങനെ 15th ഓഡ് നമ്പർ എങ്ങനെയാണ്? അപ്പോൾ 15 × 2 ചെയ്താൽ മതി. 15 × 2 ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? -1 ചെയ്യണം. 15 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 × 2 100 ആണ്. പിന്നെ അതിനകത്ത് നിന്ന് എന്താണ്? -1 കഴിയുമ്പോൾ നമുക്ക് 99 കിട്ടും. അപ്പോൾ 50th ഓഡ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. 15th അല്ല 50th കേട്ടോ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to ദിസ് നമ്പർ? അപ്പോൾ ഈ പറഞ്ഞ ഈ നമ്പർ മുതൽ, അതായത് 50ാമത്തെ നമ്പർ വരെ, 1ാമത്തെ നമ്പർ മുതൽ 50ാമത്തെ നമ്പർ വരെയുള്ളതിൻ്റെ സം കാണാനാണ്. അപ്പോൾ മൊത്തം 15 നമ്പറുള്ളത്. അപ്പോൾ 15 × 50 = എത്രയാണ്? 2500 അല്ലേ. 2500 is the 15th square number. So 2500 is the sum of the first 50 odd numbers. അടുത്ത look at this picture. Picture നോക്കുക.
ഓരോ സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ 4 ആണ്. 1 2 1 അല്ലേ? അടുത്തത് എത്രയാണ്? 9 ആണ്. 1 2 3 പിന്നെ തിരിച്ച് 2 1. അതായത് ഇവിടെ നോക്കൂ, ഓരോ നമ്പറും 9 ത്രീയുടെ സ്ക്വയർ ആണ് 9. അടുത്തത് നോക്കിയേ 16 ആണ് വന്നത്. 16 4ന്റെ സ്ക്വയർ ആണ്. 4 × 4 ആണ് എന്തെന്ന് പറയുന്നത് 16 എന്ന് പറഞ്ഞത്. അപ്പോൾ 1 2 3 4 പിന്നെ തിരിച്ച് റിപ്പീറ്റേഷൻ 2 1 2 3 + 2 + 1. ഇതുപോലെ 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് എന്തെന്ന് പറയുന്നത് 25. അപ്പോൾ 5 വരെ വന്നു. 1 2 3 4 5 തിരിച്ച് 4 3 2 1. ഇനി ഹൗ അബൌട്ട് 36? 36 എന്ന് പറഞ്ഞാൽ 6 × 6 ആണ് എന്തെന്ന് പറയുന്നത് 36. അപ്പോൾ 1 2 3 4 5 6 തിരിച്ച് 5 4 3 2 1. അടുത്ത് ക്യാൻ യു റൈറ്റ് 100? 10 × 10 ആണ് എന്തെന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എവിടെ വരെ വരണം? 1 2 3 4 5 6 7 8 9 10 വരെ വരണം. പിന്നെ ബാക്കിലേക്ക് വീണ്ടും 9 8 7 6 5 4 3 2 1. ഇങ്ങനെയാണ് ഈ പാറ്റേൺ എഴുതേണ്ടത്. നെക്സ്റ്റ് 38, പേജ് നമ്പർ 38ലാണ്. റീറൈറ്റ് ഈച്ച് ഓഫ് ദി പ്രോഡക്ട്സ് ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ബൈ ഇറ്റ്സെൽഫ്. 9 × 16. 9 × 16 നമുക്ക് 9 എന്ന് പറഞ്ഞത് 3 × 3 3യുടെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ 3 × 3 16 എന്ന് പറയുന്നത് 4 × 4 ആണ് 16. 4 × 4 ആണ് 16. അപ്പോൾ ഇതിന് രണ്ടിന് 3 × 4 × 3 × 4. 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 3 × 4 12 ആണ്. ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് 16 × 36. 16 എന്ന് പറഞ്ഞത് 4 × 4 × 36 എന്ന് പറഞ്ഞത് 6 × 6 ആണ് 36. അപ്പം 4 × 6 4 × 6 4 × 6. അപ്പം 4 × 6 എന്ന് പറഞ്ഞാൽ 24. 4 × 6 24. 24 × 24 എന്ന് കിട്ടും. 36 × 49. 36 എന്ന് പറയുന്നത് 6 നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ 6 × 6 അടുത്തത് എത്ര? 49. അപ്പോൾ 7 × 7 7 49. അപ്പോൾ 6 × 7 6 × 7 6 × 7 എന്ന് പറഞ്ഞാൽ 42 അല്ലേ? 42 × 42. ഇനി അടുത്ത 49 നമ്മൾ 7 ആണെന്ന് പറഞ്ഞു. 7 × 7 ആണ് 64. 8 × 8 ആണ്. അപ്പോൾ 7 × 8 7 × 8 7 × 8 എന്ന് പറഞ്ഞാൽ 56. 50 × 56. അടുത്തത് ഫിഫ്ത്ത് വൺ 81 × 25. 81 എന്ന് പറയുന്നത് 9 × 9 ആണ്. 9 × 9. അതുപോലെ 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് 25. 9 × 5 9 × 5 9 × 5 45. 9 × 5 45. അത് 45 × 45 എന്ന് കിട്ടും. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ പ്രോഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. 25 × 4. ഇത് നിങ്ങൾക്ക് നേരെ ചെയ്യാം കേട്ടോ. 25 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 100 കിട്ടും. അടുത്ത എത്ര ചോദിച്ചിരിക്കുന്നത്? 25 × 16 അല്ലേ? നിങ്ങൾ കൂട്ടി പോയാൽ മതി. 25 × 16 എത്രയാണ്? 400. അടുത്തത് 25 × 36. നമ്മൾ എന്താണ് 400നോട് വീണ്ടും 400 + 100 അല്ലേ? 900 കൂട്ടിയാൽ മതി. അല്ല 100 കൂട്ടിയാൽ മതി. 400 നോട് പിന്നെ ഒരു 500 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 900 എന്ന് കിട്ടും. 400 + 100 500 ആവും. പിന്നെ ഇവിടെയുള്ള 400 കൂടെ. അല്ലെങ്കിൽ 25 × 64 1600. നിങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.